What is the difference between mapping and ECU? Is those are same, which one is more efficient? സോ ഉത്തരം ECU, എഞ്ചിൻ കൺട്രോൾ യൂണിറ്റ്. നമ്മൾ കൊടുക്കുന്ന ഇൻപുട്ട് ക്ലച്ച്, ബ്രേക്ക്, ആക്സിലേറ്റർ, സ്റ്റിയറിംഗ് വീല്, 4 ടയർ എന്നുള്ളതിൽ നിന്ന് ഇൻപുട്ട് എടുത്ത ശേഷം നമ്മൾക്ക് എങ്ങനത്തെ ഔട്ട്പുട്ട് തരണം എന്ന് തീരുമാനിച്ച് ചെയ്യുന്ന ഒരു ഡിവൈസ് ആണ് എഞ്ചിൻ കൺട്രോൾ യൂണിറ്റ് എന്ന് പറയുന്നത്. ഇതിൻ്റെ അകത്ത് കുറേയധികം സെൻസേഴ്സ് ഉണ്ട്, കുറേയധികം സോഫ്റ്റ്വെയർസ് ഉണ്ട്, കുറേയധികം പാരാമീറ്റേഴ്സ് ഉണ്ട്. അതിൻ്റെ അകത്ത് ഓരോ കാര്യങ്ങളും ചെയ്യുമ്പോൾ എങ്ങനെ എന്ത് ചെയ്യണം എന്ന് എഴുതി വെച്ചിരിക്കുന്ന ഒരു ഏരിയയാണ് മാപ്പ് എന്ന് പറയുന്നത്. ഈ മാപ്പിനെ നമ്മൾ ട്വീക്ക് ചെയ്യുമ്പോഴാണ്, അല്ലെങ്കിൽ ഈ മാപ്പിനെ മൊത്തത്തിൽ പൊളിച്ചെഴുതുമ്പോഴാണ് റീമാപ്പിംഗ് എന്ന് പറയുന്നത്. ഈ റീമാപ്പിംഗ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് കുറേയധികം പെർഫോമൻസ് ഇൻക്രീസ് നമുക്ക് വരുത്താൻ പറ്റും. ഇനി ഇതിനെ ഒരു നെക്സ്റ്റ് ലെവലിലേക്ക് എത്തിച്ച് ഈ വണ്ടിയുടെ മൊത്തം പെർഫോമൻസ് ബ്രോഡായിട്ട് മാറ്റുമ്പോഴാണ് നമ്മൾ ECU ട്യൂൺ ചെയ്യുന്നത്. അത് അതിൻ്റെ അകത്ത് തന്നെ റീമാപ്പിങ്ങും വരും, വേറെ കുറേയധികം പാരാമീറ്റേഴ്സ്, ലോക്ക്ഡ് ആയിട്ടുള്ള കുറേ പാരാമീറ്റേഴ്സ് ഉണ്ട്, അതിനെ നമ്മൾ മാറ്റുമ്പോഴാണ് ECU ട്യൂണിങ് ആവുന്നത്. സോ ECU ട്യൂണിങ്ങിൻ്റെ അകത്തെ ഒരു കൺസെപ്റ്റാണ് റീമാപ്പിംഗ്. ECU ട്യൂണിംഗ് എന്ന് പറഞ്ഞാൽ ഒരു ബ്രോഡ് ECUവിനെ മൊത്തത്തിൽ നമ്മൾ ട്വീക്ക് ചെയ്യുന്നതിനാണ് ECU ട്യൂണിംഗ് എന്ന് പറയുന്നത്.